എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് എന്ത് നോക്കാം? ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ ഒരുപാട് സെറ്റ് ബാക്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കാം. സ്റ്റക്ക് സിറ്റുവേഷൻസിൽ നിങ്ങൾ വന്ന് നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ സിറ്റുവേഷൻ ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മറക്കാനും സാധിക്കുന്നില്ല, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? അത് നോക്കിയാലോ, അല്ലേ? സോ അതാണ് വൈ യു ആർ നോട്ട് ഏബിൾ ടു മൂവ് ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ് എന്നാണ്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഓവറായിട്ട് റീഡിങ്ങിലേക്ക് കണക്റ്റ് ആയിട്ട് വിഷമിക്കരുത്. ഓക്കെ, ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നമ്മളുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ന്യൂട്രൽ ആയിട്ട് മാത്രം ജനറൽ റീഡിങ്സ് കാണുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ പേഴ്സണെ മറക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അവരെ വെറുക്കാൻ സാധിക്കാത്തത്? എന്തൊക്കെ സെറ്റ് ബാക്സ് അവർക്ക് റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടും വേദനിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ അവരുടെ പേഴ്സണിൽ നിന്നുണ്ടായിട്ടും അവർക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല? ടെൽ മീ വൈ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. ഡെത്ത്, സ്റ്റാർ, ഏസ് ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ ചെയ്യേണ്ടവിടെ ഞാൻ ചെയ്യും കേട്ടോ. 4 ഓഫ് കപ്സ്, എംപറർ, സ്ട്രെങ്ത്, എംപ്രസ്, 3 of wands, 9 of pentacles, 5 of pentacles, 10 of cups, 6 of pentacles. Divine, please clarify depth. Please clarify depth. Please clarify depth. Nine of wands, 3 of cups. Okay. നിങ്ങൾ ഈ വിചാരിച്ച വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാനാണ് സാധ്യത കേട്ടോ. ഇപ്പോൾ ഈ സെറ്റ് ഓഫ് കാർഡ്സിൽ എനിക്ക് മനസ്സിലായത് അവർ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നിരിക്കാം ആ സമയത്ത്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം തടസ്സം അനുഭവിച്ച് നിന്ന ഒരു സമയത്ത്, ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും തടസ്സം, ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല, നിങ്ങൾ തകർന്ന് അടിഞ്ഞ് എന്ന് വെച്ചാൽ എല്ലാം കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സൺ നിന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ സാധിക്കാത്തത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് ഒരു റിലേഷനായിട്ട് മാറി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ മറക്കാൻ സാധിക്കില്ല കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ലക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തൊട്ട കാര്യങ്ങളെല്ലാം ജയിക്കുക, അങ്ങനെ ഒരു മോട്ടിവേഷൻ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന കാര്യങ്ങളും ഇല്ല, ശ്രമിച്ചു നോക്കൂ, ഇത് നന്നായി വരും എന്നുള്ള രീതിയിൽ കരിയറിലാവട്ടെ ലൈഫിലാവട്ടെ എന്ത് തന്നെ ആയാലും മുന്നോട്ട് പോകൂ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ ഒരു പുഷ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇവരാണ്. ആ ഒരു സ്നേഹം അവരെന്നും ഒരു ശക്തമായിട്ടൊരു നെടുന്തൂണ് പോലെ നിങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻഡക്കിൾസ്. എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നൊരു സമയത്ത് അവർ തന്നിട്ടുണ്ട് എന്നാണ്.
4 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. യെസ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു പൈസയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടി നിന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജോലി ആയിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയായിരുന്നെങ്കിൽ, ഫൈനാൻസസിനെ പറ്റി ബോധേഡായിട്ട് നിങ്ങൾ ഇരുന്നൊരു സമയത്ത് ഇവർ നിങ്ങൾക്കൊരു ജോലി സമ്പാദിച്ച് തന്നു കാണണം. അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ആ വഴി സ്വീകരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടി, സേവിങ്സ് ആയി. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവരത്ര വലിയൊരു സഹായമാണ് നിങ്ങൾക്ക് അന്ന് ചെയ്തത്. ഓക്കെ. ശരിയായ മാർഗദിശ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ സമയത്ത് നിങ്ങൾ പകച്ചു നിന്ന സമയത്ത് അവർ ശരിയായ ഒരു മാർഗദിശ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ. അതേപോലെ 9 ഓഫ് സ്പോർട്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടെയൊക്കെ കടന്നു പോയിരിക്കാം. ഓക്കെ. ഒരു ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. എന്ത് തന്നെ ആയാലും ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ സഹായിച്ച് കരകയറ്റിയത് ഇവരാണ്. ഇവര് കൂടെ നിന്ന് നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തന്നു കാണും ആ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാനസിക ബന്ധം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിട്ടുപോകുന്ന കാര്യമൊന്നും ആലോചിക്കേ വേണ്ട. 4 ഓഫ് കപ്സ് നോക്കട്ടെ. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. ടു ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സ്. ഓക്കെ. നിങ്ങളുടേതൊരു വളരെ ലോങ് ടേം ആയിട്ടുള്ള ബന്ധമാണ്, ഒരുപാട് കാലങ്ങളായിട്ടുള്ള. ഓക്കെ. ഈവൻ നിങ്ങൾക്ക് തോന്നാറുണ്ട് അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന്. അത്രയും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് തോന്നാറുണ്ട്. ഓക്കെ. പരസ്പര സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നിമിഷം ഇവരെ കാണാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിതീവ്രമായ ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ഇവരോട്. അതുകൊണ്ട് തന്നെ ഇവരെ മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന കാര്യമൊന്നും നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി തന്നെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് ജന്മജന്മാന്തര ബന്ധമാണ്. ഒരിക്കലും ഇവരെ വിട്ട് അവർക്കും പോകാൻ സാധിക്കില്ല, നിങ്ങളും പോവില്ല എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. എംപറർ വെച്ചിട്ട് ഇവര് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രായ വ്യത്യാസം ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവര് പ്രായം എന്ത് തന്നെ ആവട്ടെ, ഇവര് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വളരെ കരുതലോടുകൂടി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അന്വേഷിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലൊരു പ്രൊട്ടക്ഷൻ, ഒരു കരുതൽ നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ ഇവരോട് ചോദിക്കാതെ യാതൊരു കാര്യവും ചെയ്യാറില്ല. ഓക്കെ. ഇവർ കറക്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാറുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഉയർന്ന സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. സ്ട്രെങ്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്ഷമ കാണിക്കുമ്പോൾ പോലും അവർ വളരെ ക്ഷമയോടെ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഡീൽ ചെയ്ത് തരാറുണ്ട്. ഓക്കെ. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ഇവരാണ്. നിങ്ങൾ അവരെ ചൊറിഞ്ഞാൽ പോലും അവർ വളരെ സോഫ്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് നിങ്ങളെ മയപ്പെടുത്തി സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും ഒന്ന് ദേഷ്യപ്പെടുകയോ അങ്ങനെ ഒന്നും ഇവർ ചെയ്യാറില്ല. ഓക്കെ. ക്ഷമ എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത് ഇവരാണ്. ഓക്കെ. അതേപോലെ എംപ്രസ് വെച്ചിട്ട് അവർ തന്നിട്ടുള്ള കെയർ, ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കും പോലെയാണ് അവർ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്, നിങ്ങളെ കെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം ഇവർ കാണാനും നല്ല ഒരാളായിരിക്കണം കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ വിട്ടുപോകുന്ന കാര്യം ആലോചിക്കാനും കൂടി പറ്റില്ല. ആ കെയർ വിട്ടുപോകാൻ, മറ്റൊരാൾക്കത് ഷെയർ ചെയ്ത് പോവുക, അതൊന്നും നിങ്ങൾക്ക് ആലോചിക്കാനും കൂടി സാധിക്കില്ല. ഓക്കെ. 3 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങൾ എബ്രോഡൊക്കെ ആയിരിക്കാം ജോലി ചെയ്യുന്നത്. ഓക്കെ. ഒരു സമയത്ത് നിങ്ങൾ അറിയാത്ത ഒരു സ്ഥലത്ത്, പുതിയൊരു സ്ഥലത്ത് മാറി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒറ്റപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആരുമില്ല സഹായത്തിന്. പുതിയൊരു ദേശം, അവിടെ ആരെയും അറിയില്ല, ഒന്നും അറിയില്ല, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല, പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ. ആ ഹെൽപ്പ് അങ്ങനെ ലോങ് ടേം ആയിട്ട് അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരുപാട് സഹായങ്ങൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊരു മാനസിക അടുപ്പമായിട്ട് മാറി. നിങ്ങൾ വളരെ ക്ലോസ് കണക്റ്റഡ് ആണ്.
എന്ന് തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിട്ടുപോകുന്ന കാര്യമൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഓക്കെ. 9 ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് സെൽഫ് റെസ്പെക്റ്റിന്റെ വാല്യൂ പഠിപ്പിച്ചത് അവരാണ്. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മടിച്ച് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അവര് അതങ്ങനെ അല്ല വേണ്ടത്. നിങ്ങൾ സ്വയം സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സ്വയം ടേക്ക് കെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ, സ്വയം കെയർ ചെയ്യണം, സ്വന്തം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നെല്ലാം, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നെല്ലാം. ആവശ്യമില്ലാത്ത അവിടെ താണ് കൊടുക്കരുത്, പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കണം എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത് ഇവരാണ്. സെൽഫ് റെസ്പെക്റ്റിന്റെ വാല്യൂ നിങ്ങളെ പഠിപ്പിച്ചത് അവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കില്ല കേട്ടോ. 5 ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമോ നിങ്ങൾക്ക് തന്നെയോ ഒരു ആക്സിഡന്റിൽ പെട്ടിരിക്കാം. ഓക്കെ. ആ ആക്സിഡന്റിൽ പെട്ട സമയത്ത് ഇവരുടെ കെയർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സാമ്പത്തികമായിട്ടാവാം, അല്ലാത്ത രീതിയിലാവാം. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ്, അവിടെ നിങ്ങളെ അവർ കെയർ ചെയ്ത് കാണും. അങ്ങനത്തെ ഒരു രീതി, സാമ്പത്തിക സഹായവും ചെറിയ രീതിയിൽ കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ആ ചെയ്ത് തന്ന ആ ഒരു സഹായം ഉണ്ടല്ലോ, അത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഓക്കെ. അവരെ ഒരിക്കലും നിങ്ങൾക്ക് വിട്ട് കളയാൻ സാധിക്കില്ല. 10 ഓഫ് കപ്സ് വെച്ചിട്ട് ഇത് ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുക. ചിലർക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് റെസനേറ്റ് ആവാം. ഓക്കെ. കാരണം ഓരോരുത്തരുടെ സിനാറിയോ ഓരോ പോലെയാണ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്ന അത് മാത്രം എടുക്കുക. അതേപോലെ നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചില കാർഡ്സ് നിങ്ങൾക്കും റെസനേറ്റ് ആവും, ചിലത് നിങ്ങളുടെ പേഴ്സണ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. 2 കാർഡ്സും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 10 ഓഫ് കപ്സ് വരുന്ന അവിടെ എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ സ്പൗസ് തന്നെയാണ്, നിങ്ങളുടെ ഫാമിലിയാണ് അവർ. ഓക്കെ. അതുകൊണ്ട് തന്നെ അവരെ വിട്ടുപോകുന്ന കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് നിങ്ങൾ ഓർക്കുക പോലും ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. അവർ നിങ്ങളുടെ മനസ്സിൽ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അവരെ ഒരിക്കലും നിങ്ങൾ ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. 6 ഓഫ് പെന്റക്കിൾസ് വെച്ച് നിങ്ങൾ രണ്ടുപേരും തന്നെ ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്തു പോകുന്ന വ്യക്തികളാണ്. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, പാർട്ട്നേഴ്സ് ആയിരിക്കാം, എന്ത് തന്നെ ആയാലും രണ്ടുപേരും പരസ്പരം താങ്ങായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾക്കൊരു തളർച്ച തോന്നുമ്പോൾ അവർ സഹായത്തിന് വരും, നേരെ തിരിച്ചും. അതുകൊണ്ട് രണ്ടുപേർക്കും തന്നെ നിങ്ങൾ രണ്ടുപേരും എന്നും ഒന്നിച്ച് തന്നെ വേണം എന്ന ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എടുത്തിരിക്കുന്നത്. ഓക്കെ. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ, കുറച്ച് കാർഡ്സ് കൂടി തരൂ. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണലിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാൻ സാധിക്കാത്തത്? നിങ്ങൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ് കേട്ടോ. കണക്റ്റഡ് എന്ന് വെച്ചാൽ അവർക്ക് വിഷമം തോന്നിയാൽ നിങ്ങൾക്ക് വിഷമം തോന്നും, അവർക്ക് സന്തോഷം തോന്നുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ദൂരെ ആയിരിക്കാം, ഓക്കെ, ഈവൻ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു മിററിങ് എനർജി പോലെ. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നാറുണ്ട് അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവരെ വിട്ടുപോകാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ടെമ്പറൻസ് വെച്ചിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു മനസ്സമാധാനം കിട്ടാറുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് അവർക്കൊരു പരിഹാരം തരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അവർക്ക് വല്ലാത്തൊരു സമാധാനം, നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനം തോന്നാറുണ്ട്. ഓക്കെ. രണ്ടുപേരും തന്നെ ആ റിലേഷനെ പരസ്പരം ബാലൻസ് ചെയ്ത് പോകുന്നത് പോലെയാണ് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഏറ്റവും സമാധാനം തരുന്ന വ്യക്തി ഇവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഡെവിൾ വെച്ചിട്ട് നിങ്ങൾ അവരെ പ്രതി ഒബ്സസ്ഡ് ആണ് എന്ന് തന്നെ കാണുന്നു. ഇവരുടെ ചിന്തകൾ നിങ്ങൾക്ക് നിർത്താനേ സാധിക്കാറില്ല. നിങ്ങൾ എത്ര മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധിക്കില്ല. പോയതുപോലെ നിങ്ങളിങ്ങനെ തിരിച്ചു വരും. ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണ്, ഇവരൊരു ഒബ്സഷൻ ആയിരിക്കുകയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എന്നും കാണുന്നു. ഓക്കെ. എടുക്കാം കേട്ടോ, ഈ കാർഡ്സ് ചിലപ്പോൾ റിപ്പീറ്റ് ആയി വരും. കുറച്ച് കാർഡ്സ് കൂടി തരും ഡിവൈൻ, കുറച്ച് കാർഡ്സ് കൂടി തരും. അവർ നിങ്ങളുടെ ലൈഫിലെ ഒരു സൂര്യനാണ് ചുരുക്കി പറഞ്ഞാൽ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഇവരെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം, ഒരു ചിരി എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വെച്ചാൽ ഒരാളൊരു മുറിയിൽ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നില്ലേ,
അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവർ എന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് തോന്നാറുണ്ട് ഇവരുടെ കൂടെ നിന്നാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രോബ്ലംസും ഇല്ലാതാവും, അവരത്രയ്ക്ക് പോസിറ്റിവിറ്റി ഉള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. അവർ നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്ക് അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ വല്ലാത്ത പ്രയാസമാണ്. ലവേഴ്സ്, സ്നേഹം തന്നെയാണ് മെയിനായിട്ട്. കാരണം അതിസ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ അവരെ വിട്ടുപോകുന്ന കാര്യമൊന്നും നിങ്ങൾക്ക് സ്വപ്നത്തിലും വിചാരിക്കാൻ സാധിക്കില്ല. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണേ. നിങ്ങൾ പുതുതായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾ ഒരു സ്ട്രഗിൾ പീരീഡ് കാണുമല്ലോ ആദ്യം. അപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് ഇവർ നിങ്ങളുടെ ടീം മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കാം, എന്ത് തന്നെ ആയാലും ഇവരുടെ അതിഭയങ്കരമായ സപ്പോർട്ട് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സഹകരിച്ച് നിങ്ങളുടെ ഇടയിൽ ഒരു മാനസികമായിട്ടൊരു റിലേഷൻ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കേട്ടോ. അപ്പം ആ ചെയ്ത സഹായങ്ങളൊന്നും നിങ്ങൾക്ക് മറക്കാനേ സാധിക്കില്ല. അതുപോലെ ഇവർ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് വ്യക്തി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും അവരെ വിട്ട് കളയാൻ പറ്റില്ല. പേജ് ഓഫ് കപ്സ്, ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം എല്ലാം നിങ്ങൾക്ക് ഇവരോട് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബന്ധമാണ്. ഇവരോട് എന്തും നിങ്ങൾക്ക് പറയാം, അവർ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇവരുടെ സംസാരം അല്ലെ തിരിച്ച് അവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ല നിങ്ങൾ അനുസരിക്കാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്നും നിങ്ങൾക്ക് വേണം, എന്നും ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് നിങ്ങളുടെ കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് അവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നതൊന്നും നിങ്ങൾക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല അങ്ങനെ. ഓക്കെ, ഒരേ ഒരു ലാസ്റ്റ് കാർഡ്. ഓക്കെ, 2 ഓഫ് കപ്സ്, പരസ്പര സ്നേഹം തന്നെയാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് അവരോടുള്ളത് പോലെ തന്നെ അവർക്കും നിങ്ങളോട് ഭയങ്കരമായ സ്നേഹമാണ് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെ ചതിച്ചിട്ട് വേറൊരു ലൈഫ് എടുത്ത് മുന്നോട്ട് പോകാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഹാൻഡ് റിട്ടൺ മെസ്സേജസ് നാളെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നാളത്തെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേറൊന്നും ഇല്ല. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.